എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. ദീർഘദൂര KSRTC ബസ്സുകൾ ലിസി ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണം. മിസ്റ്റർ എറണാകുളം ഐസക് ഷാജുവിനെ അനുമോദിച്ചു. ഏകീകൃത കുർബാന ആവശ്യവുമായി വിശ്വാസി കൂട്ടായ്മ സെന്റ് തോമസ് മൗണ്ടിലേക്ക് കുരിശിൻ്റെ വഴി നടത്തി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ 80ാം ജന്മദിനം ആഘോഷിച്ചു. ലഹരിയുടെ അപായ മുനമ്പിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒന്നിക്കുക. എറണാകുളം ജില്ലാ കളക്ടർ. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി അങ്കമാലിയിൽ അനുസ്മരണ പ്രാർത്ഥന നടത്തി. വാർത്തകൾ വിശദമായി. കൊച്ചി ദീർഘദൂര സർവീസ് നടത്തുന്ന KSRTC സൂപ്പർഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ബസ്സുകൾക്ക് എറണാകുളം ലിസി ആശുപത്രി ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ MB ജോർജ്, വക്താവ് ഷൈബി പാപ്പച്ചൻ എന്നിവർ അധികൃതരോട് ആവശ്യപ്പെട്ടു. തൃശൂർ, ഇരിഞ്ഞാലക്കുട, കൊടകര, ചാലക്കുടി, അങ്കമാലി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം എന്നീ സ്ഥലങ്ങളിലേക്ക് പുറപ്പെടുന്ന KSRTC ബസ്സുകളിൽ നിശ്ചിത ശതമാനം യാത്രക്കാർ ലിസി ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളാണ് ഏറെയും. എന്നാൽ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതുമൂലം പ്രായമായവർ ഉൾപ്പെടെ ഏറെ കഷ്ടപ്പെടുന്നു. ഇവിടേക്ക് വരുന്ന യാത്രക്കാർ ഇപ്പോൾ കലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇവിടെ വരുന്ന രോഗികളുടെ സൗകര്യാർത്ഥം മനസ്സിലാക്കി ലിസി ആശുപത്രി ജംഗ്ഷനിൽ ദീർഘദൂര KSRTC ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് വകുപ്പ് അധികാരികളോട് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മഞ്ഞപ്ര 75 കിലോ കാറ്റഗറി മത്സരത്തിൽ മിസ്റ്റർ എറണാകുളം ഗോൾഡ് മെഡൽ നേടിയ മഞ്ഞപ്ര തെക്കിനേൻ ഐസക് ഷാജുവിനെ അനുമോദിച്ചു. ഇന്ദിരാഗാന്ധി കൾച്ചർ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് അംഗം ഐസക്കിന് ഉപകാരം നൽകി ആദരിച്ചു. കോൺഗ്രസ് ഐ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഡേവിസ് മണവാളൻ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലക്സ് ആൻഡ്രൂ, INTUC മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വി ആന്റണി, നേതാക്കളായ ME സെബാസ്റ്റ്യൻ, ഡേവിഡ് ചുരമന, ജോൺസൺ തിരുവനത്തിൽ എന്നിവർ പ്രസംഗിച്ചു. പണിക്കേഴ്സ് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച മത്സരത്തിലാണ് ഐസക് ഷാജുവിന് ഗോൾഡ് മെഡലിന് അർഹനാക്കിയത്. മഞ്ഞപ്ര പഞ്ചായത്ത് 9ാം വാർഡിൽ PNB കവലയ്ക്ക് സമീപം താമസിക്കുന്ന തെക്കിനേൻ വീട്ടിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഫീൽഡ് എക്സിക്യൂട്ടീവ് TA ഷാജുവിന്റെയും റീനയുടെയും മകനാണ് ഐസക്. വിശുദ്ധ വാരത്തിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ സഭാവിശ്വാസികൾക്ക് ഏകീകൃത കുർബാന നൽകാത്തതിനെതിരെ അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഭാവിശ്വാസികൾ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലേക്ക് കുരിശിന്റെ വഴി നടത്തി. ദുഃഖവെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തിയ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം വിശ്വാസികൾ പങ്കാളികളായി. ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളി പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശീർവദിച്ച കഞ്ഞി വിതരണവും നൽകി. അൽമായ നേതാക്കളായ ടോം ജോസ്, ലൂക്കോസ് നടുപ്പറമ്പിൽ, ബേബി ചിറ്റിലപ്പള്ളി, ആൻഡോ പല്ലിശ്ശേരി, ജൂലി അലക്സ് എന്നിവർ നേതൃത്വം വഹിച്ചു. സഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ 80ാം ജന്മദിനം ആഘോഷിച്ചു. പാലാരിവട്ടം PUCയിൽ വെച്ച് സീറോ മലബാർ സഭയുടെ മുൻ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. ടോണി ചിറ്റിലപ്പള്ളി സദസ്സിനെ സ്വാഗതം ആശംസിച്ചു. പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് മുഖ്യ സന്ദേശം നൽകി. കത്തോലിക്ക സഭയിൽ കർദിനാളും മേജർ ആർച്ച് ബിഷപ്പുമായി മഹനീയമായി പ്രവർത്തിക്കുമ്പോൾ വിവിധ സഭകളെയും മതങ്ങളെയും ആദരിക്കുവാനും സാമൂഹിക പ്രതിബദ്ധതയോടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാനും ആലഞ്ചേരിക്ക് കഴിഞ്ഞുവെന്ന് ജന്മദിന സന്ദേശത്തിൽ സാബു ജോസ് പറഞ്ഞു. KCBC ഡെപ്യൂട്ടി സെക്രട്ടറിയും PUC ഡയറക്ടറുമായ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം അഡ്വക്കേറ്റ് ചാർലി പോൾ വായിച്ചു. CG രാജഗോപാൽ കർദിനാളിന് ഉപകാരം സമ്മാനിച്ചു. PUC ജനറൽ എഡിറ്റർ റവറൻഡ് ഫാദർ ജേക്കബ് പ്രസാദ് ആശംസകൾ അറിയിച്ചു. ലഹരിയുടെ അപായ മുനമ്പിലായ കേരളത്തെ ലഹരി വിമുക്തമാക്കി രക്ഷിച്ചെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ലഹരിക്കെതിരെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ
നാശമുക്ത് ഭാരത് അഭിയാൻ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ലഹരിയിൽ ഒടുങ്ങേണ്ടവരല്ല നാം. നമ്മുടെ ഉണർവിനെ കെടുത്തിക്കളയുന്ന എല്ലാ ലഹരികളോടും നമുക്ക് നോ പറയണം. ലഹരിക്കൂട്ടിൽപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ലഹരിയുടെ അടിമത്തം സമൂഹത്തിന്റെ സമ്പൂർണ്ണ നാശത്തിലേക്കാണ് വഴിതെളിക്കുന്നത്. സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിചേരണമെന്ന് കളക്ടർ തുടർന്നു പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പ്രോഗ്രാമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സിനോ സേവി, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫ്രാൻസിസ് മുത്തേടൻ, ഡോക്ടർ KR അനീഷ്, ഡോക്ടർ ജാക്സൺ തോട്ടുങ്ങൽ, അഡ്വക്കേറ്റ് ചാർലി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി അങ്കമാലിയിൽ അനുസ്മരണ പ്രാർത്ഥന നടത്തി. അങ്കമാലി ടൗൺ കപ്പേളയുടെ മുൻപിൽ നടന്ന അനുസ്മരണ പ്രാർത്ഥനകൾക്ക് കൺവീനർ ജോസ് പാറേക്കാട്ടിൽ നേതൃത്വം നൽകി. പാപ്പയുടെ ചിത്രത്തിന് മുൻപിൽ മെഴുകുതിരി കത്തിച്ചും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുമാണ് വിശ്വാസികൾ പങ്കെടുത്തത്. കാരുണ്യത്തിന്റെ ഒരു പുതിയ അധ്യായം ലോകത്തിനു മുൻപിൽ തുറന്നു തന്ന പരിശുദ്ധ പാപ്പ രോഗികളെയും സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കഴിയുന്ന എല്ലാവരെയും യേശു ദർശനം നൽകി ഉൾക്കൊണ്ട് ചേർത്ത് പിടിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ക്രിസ്തുവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അനുസ്മരിച്ചു.